കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 50, 51, 52 വാക്യങ്ങൾ. എല്ലാവരും യേശുവിനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ യേശു അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. പിന്നെ യേശു അവരുടെ അടുക്കൽ ചെന്നു, പടകിൽ കയറി, കാറ്റമർന്നു. ശിഷ്യന്മാർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ചാശ്ചര്യപ്പെട്ടു. അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. വഞ്ചിയിൽ വരുന്നു, കാറ്റ് പ്രതികൂലമാണ്. ശിഷ്യന്മാർ തുഴഞ്ഞ് വലഞ്ഞു. ഏകദേശം 3 മണിക്കൂറോളമായിട്ട് ഇവരിങ്ങനെ തുഴയുകയാണ്. കടലിൻ്റെ നടുവിലെത്തിയതേ ഉള്ളൂ. അപ്പോഴാണ് യേശു കർത്താവ് വെള്ളത്തിൻ്റെ മേളിൽ, സമുദ്രത്തിൻ്റെ മേളിൽ, തിരമാലകളുടെ മേലെ കൂടെ നടന്നു വരുന്നത്. അവർ പേടിച്ചു, ഭ്രമിച്ചു, ഭൂതമാണെന്ന് വിചാരിച്ചു. നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ ദൈവിക ഇടപെടൽ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭൂതത്തിൻ്റെ പരിപാടിയാണ്, ദൈവം ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. ചില ബുദ്ധിമുട്ടുകൾ വരും, ഭയങ്ങൾ വരും, ഭ്രമം വരും. പേടിക്കരുത്. വചനം പറയുന്നു, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടണ്ട. അപ്പവർദ്ധനയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവർ ഭ്രമിച്ചതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, അപ്പത്തിൻ്റെ സംഗതി ഇവർ ഗ്രഹിച്ചില്ല. എന്ന് പറഞ്ഞാൽ 5 അപ്പവും 2 മീനും 5000 പുരുഷന്മാർക്ക് വിളമ്പിയിട്ട് 12 കൊട്ട മിച്ചമെടുത്തിട്ട് എന്തോ കർത്താവ് ഇവരെ പഠിപ്പിച്ചതാണ്. അത് പഠിക്കാഞ്ഞത് കൊണ്ടാണ് ഇപ്പോഴിവർ ഭ്രമിച്ചത്. ഈ വിഷയം തന്നെ മർക്കോസ് 8-ന്റെ 14 തൊട്ട് 21 വരെ പറയുന്നുണ്ട്. 2-ാമത്തെ പ്രാവശ്യവും അപ്പവർദ്ധന നടത്തിയതിന് ശേഷം യേശു കർത്താവ് ഇവരോട് പറയുന്നു, നിങ്ങൾ പരീശന്മാരുടെ പുളിച്ചമാവും ഹെരോദാവിൻ്റെ പുളിച്ചമാവും സൂക്ഷിച്ചു കൊള്ളുവിൻ. അപ്പോഴിവർക്ക് മനസ്സിലായില്ല. അപ്പോൾ യേശു അവരെ പറയണം, നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നു. കണ്ണുണ്ടായിട്ടും കാണുന്നില്ലേ? ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലേ? ഓർക്കുന്നില്ലേ? 5000 പേർക്ക് ഞാൻ 5 അപ്പം നുറുക്കിയപ്പോൾ എത്ര മിച്ചം വന്നു? 12 കൊട്ട. 4000 പേർക്ക് 7 അപ്പം നുറുക്കിയപ്പോൾ എത്ര കൊട്ട നിറച്ചെടുത്തു? 7. ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ ഇതിലൂടെ ഗ്രഹിക്കേണ്ടത് എന്താണ്? യേശു കർത്താവ് അപ്പവർദ്ധന നടത്തിയതുപോലെ ഇപ്പോഴത്തെ കാലത്ത് ചെയ്യുന്നില്ല. കാരണം യേശു കർത്താവ് ഉദ്ദേശിച്ചത് എന്താണ്? പരീശന്മാരുടെയും ഹെരോദ്യരുടെയും പുളിച്ച മാവല്ല എൻ്റെ കയ്യിലിരിക്കുന്ന പുളിപ്പില്ലാത്ത മാവ്. പരീശന്മാരുടെ പുളിച്ച മാവ് എന്താണ്? ഇപ്പം നമുക്ക് കാണാം, റിലീജിയസ് പീപ്പിളുണ്ട്, ഒരു മതമുണ്ട്. കോടിക്കണക്കിന് ആൾക്കാർ മതത്തിൻ്റെ കീഴിലാണ്. അവിടെ ടീച്ചിങ് ഉണ്ട്. ആ ടീച്ചിങ് അവരെ ഉപജീവനത്തിന് മതിയാകുകയില്ല. അവരുടെ വിഷയങ്ങളിൽ അവരെ സഹായിക്കാത്തൊരു ടീച്ചിങ് അവർക്കുണ്ട്. ആര് നല്ല പഠിപ്പിക്കലൊക്കെയാണ്, കേൾക്കാൻ ഇമ്പമാണ്, നല്ല സാഹിത്യമുണ്ട്, പക്ഷെ വർക്ക് ചെയ്യാത്തൊരു വചനം, പ്രവർത്തിക്കാത്ത വചനം, ജീവനില്ലാത്ത ചലിക്കാത്ത വചനം. മറുവശത്ത് റിലീജിയസ് പീപ്പിൾ എന്തുകൊണ്ട് അങ്ങനെ തന്നെ തുടരുന്നു? അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് പറയുന്ന വിഷയങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. ആൾക്കാർ കൂട്ടമായി കൂടുന്ന കേന്ദ്രങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇവിടെ എങ്ങനെ അത്ഭുതം നടക്കുന്നു? അത് ഉപദേശത്താൽ നടക്കുന്നതല്ല. പിന്നെയോ യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ പല അന്തിക്രിസ്തുക്കളും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ. അപ്പോൾ അത് അന്തിക്രിസ്തുവിൻ്റെ പ്രവർത്തനമാണ്. അത്ഭുതങ്ങൾ നടക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ വശീകരിച്ചിട്ട് അറുക്കുന്ന, മുടിക്കുന്ന, മോഷ്ടിക്കുന്ന എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളെ തകർക്കുന്ന, അവരുടെ സന്തോഷം മോഷ്ടിക്കുന്ന, അവരുടെ നിത്യജീവനെ മോഷ്ടിക്കുന്ന ദുഷ്ടൻ്റെ പ്രവൃത്തിയാണത്. അത് നാഷണൽ ബാങ്കുകൾ, SBI, SPT പോലുള്ള ബാങ്കുകളിൽ പൈസ ഇടാതെ കൂടുതൽ പലിശ കിട്ടുമെന്ന് വ്യാമോഹിപ്പിക്കുന്ന ചില തട്ടിപ്പ് സംഘങ്ങളിൽ പണം നിക്ഷേപിക്കുന്നത് പോലെയാണത്. കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവും, കൂടുതൽ ഓഫർ തരും. നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ ഇടും, 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് 1 കോടി തരും എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇടും. അവരെല്ലാം പറ്റിച്ചുണ്ട്. കോടിക്കണക്കിന് രൂപ, 4000 കോടിയൊക്കെയാണ് ചെറിയ കമ്പനികൾ പറ്റിച്ചുകൊണ്ട് പോയത്. അതാണ് മതത്തിലൂടെ ചെയ്യുന്ന അത്ഭുതങ്ങൾ, വിടുതലുകൾ. ഇപ്പോൾ തൽക്കാലം ആശ്വാസം കിട്ടുമെന്ന് തോന്നിയാലും, പെട്ടെന്ന് നടക്കുമെന്ന് തോന്നിയാലും, നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരണ്ട, കർത്താവിൻ്റെ വചനം വേണ്ട, കർത്താവിൻ്റെ വചനം അനുസരിക്കേണ്ട, ഒരു ടെൻഷനും ഇല്ല, കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു പോകുമ്പോൾ തകരുന്നത് കുടുംബമാണ്, നഷ്ടപ്പെടുന്നത് നമ്മുടെ തലമുറയാണ്, മക്കളാണ്. അപ്പോൾ പരീശന്മാരുടെ പുളിച്ച മാവ് നല്ലതല്ല. ഹെരോദ്യൻ്റെ പുളിച്ച മാവുണ്ട്, ലോകത്തിൻ്റെ പുളിച്ച മാവ്. അതെന്താണ്? 5000 പേരുണ്ട്,
അപ്പോൾ 200 വെള്ളിക്കാശിന് മേടിച്ചാൽ ഓരോ കഷ്ണം കൊടുക്കാം. വയറ് നിറച്ച് കൊടുക്കണമെങ്കിൽ 5000 വെള്ളിക്കാശ് വേണം. അത്രയില്ല, അപ്പോൾ തൃപ്തിയില്ല. കാശുണ്ടെങ്കിൽ നമുക്ക് കാറ് മേടിക്കാം, ബിസിനസ് നന്നായി വീട് വെക്കാം, കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ ഉയരത്തിലെത്താം, ജോലി നേടാം. അതാണ് ഹെരോദ്യൻ്റെ പുളിച്ചമാവ്. നമുക്കറിയാലോ, ഇപ്പം തന്നെ നോക്കിയാൽ അറിയാലോ, പഠിച്ചവരാണോ, കാശുള്ളവനാണോ, സമ്പത്ത് കിട്ടിയവനാണോ ജീവിതം ആസ്വദിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നോക്കിക്കേ, ഈ 2 പുളിച്ചമാവുമല്ല, പുളിപ്പില്ലാത്തൊരു മാവുള്ളത് സുവിശേഷമാണ്. കർത്താവിൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ അവനോട് പറയുക. അപ്പൻ മക്കൾക്ക് തരുന്നത് പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവൻ തരും. അവൻ തരുന്നത് നിങ്ങൾക്ക് നന്മയ്ക്കായിരിക്കും. നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിങ്ങളുടെ അധ്വാനം കൊണ്ടല്ല. ഭാഗ്യമെന്നൊരു കാര്യമുണ്ട്. ഭാഗ്യവശാൽ രൂത്ത് ബോവസിൻ്റെ വയലിൽ ചെന്നു. എഴുതി വെച്ചതാരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് അവളെ അങ്ങോട്ട് നടത്തിയത്. എന്നിട്ട് പറഞ്ഞു, ഭാഗ്യവശാൽ. ആ ഭാഗ്യം കൃപയാൽ നിങ്ങൾക്ക് കിട്ടും. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ഹെരോദ്യമണ്ഡലത്തെ, പരീശമണ്ഡലത്തെ ജയിക്കുന്ന വചനത്തിൻ്റെ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഹോസ്പിറ്റലുകൾ തള്ളിയ കേസുകൾ വചനം സൗഖ്യമാക്കും. ഈ ലോകം അല്ലെങ്കിൽ മതം നിഷേധിക്കുന്ന ഭൂതമെന്ന് പറയുന്ന വിഷയം, ആ യാഥാർത്ഥ്യം നിങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിക്കുമ്പോൾ, ചെന്നായി ആട്ടിൻകൂട്ടത്തെ പിടിക്കാൻ വരുന്നത് പോലെ ഭൂതങ്ങൾ വരുമ്പോൾ, വചനം നിങ്ങളെ ഭൂതങ്ങളിൽ നിന്ന് രക്ഷിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. നിങ്ങൾക്ക് ഈ സാമൂഹ്യ ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യാതെ ജീവിക്കാൻ ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തും. മറ്റുള്ളവരുടെ വാള് കണ്ട്, ഭീഷണി കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ദൈവദൂതന്മാർ ഇറങ്ങി നിങ്ങളുടെ കുടുംബത്തെ കാക്കും, കുഞ്ഞുങ്ങളെ കാക്കും. യുദ്ധം യഹോവയ്ക്കുള്ളത്. യഹോവ യുദ്ധവീരൻ. യെസ്, അവൻ്റെ കയ്യിൽ ശക്തിയുമുണ്ട്. സ്നേഹം മാത്രമല്ല, ശക്തിയും അവൻ്റെ കയ്യിലുണ്ട്. സൈന്യം അവൻ്റെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും നിങ്ങളെ പുലർത്താൻ. ഉപ്പ് മേടിക്കാൻ ഒരു കടയിൽ പോകുന്നു, കടുക് മേടിക്കാൻ വേറൊരു കടയിൽ പോകുന്നു, കാറ് മേടിക്കാൻ വേറൊരു കടയിൽ പോകുന്നു. അങ്ങനെയല്ല, ദൈവസഭ, കർത്താവ് തലയായിരിക്കുന്ന യേശുവിൻ്റെ ശരീരമായ ദൈവസഭയിൽ വരുവിൻ. അവിടെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടത് ശുശ്രൂഷയിൽ വെളിപ്പെടും. ആരാധനയിൽ ദൈവസാന്നിധ്യം ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം, ആത്മാ, ദേഹിക്ക് വേണ്ടത് വെളിപ്പെടും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് വെളിപ്പെടും. വചന ശുശ്രൂഷയിലൂടെ നിങ്ങൾക്കാവശ്യമായ ആലോചന പറഞ്ഞു തന്നവൻ നടത്തും. നിങ്ങളുടെ കണ്ണീർ അവൻ തുടയ്ക്കും. നിത്യജീവൻ തരും. നിങ്ങൾ ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. വീരന്മാരുടെ വില്ലൊടിഞ്ഞു പോകും, ഇടറിയവരോ ബലം ധരിക്കുന്നു. എങ്ങനെയാണ്? സഭയിൽ വന്നാൽ കാണുകയല്ലേ നമ്മളെ ചുറ്റിനും. വീരന്മാരെന്ന് പറഞ്ഞവരൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നു. ഇന്നലെ വീരന്മാരായിരുന്നവൻ ഇന്ന് വീരനല്ല. പക്ഷെ ഇടറിയവര് ബലം ധരിക്കുന്നു. ദൈവസഭയാൽ, ദൈവകൃപയാൽ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ, നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ, മാനിക്കട്ടെ. ആമേൻ.